അട്ടപ്പാടി സെഹിയോൺ ധ്യാന കേന്ദ്രത്തിൽ കുമ്പസരിക്കാൻ പോയപ്പോൾ പീഡന വിവരം വെളിപ്പെടുത്തി എന്ന കന്യാസ്ത്രീയുടെ മൊഴിയുടെ വിശ്വാസ്യത തേടി പോലീസ് അട്ടപ്പാടിയിലേക്ക്. കുമ്പസാര രഹസ്യം തേടി പോകുന്നത് പുതിയ പുലിവാല് പിടിക്കാനെന്ന് വിലയിരുത്തൽ. ബിഷപ്പ് ഫ്രാങ്കോ പീഡിപ്പിച്ചെന്ന് താൻ ആദ്യമായി വെളിപ്പെടുത്തിയത് കുമ്പസാരത്തിനിടെയാണെന്ന് കന്യാസ്ത്രീ മൊഴി നൽകിയിരുന്നു. ഈ സാഹചര്യത്തിലാണ് വൈദികരുടെ മൊഴിയെടുക്കാനുള്ള തീരുമാനം. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ സഭ അനുവദിക്കുന്നില്ലെന്നാണ് വൈദികരുടെ വാദം. എന്നാൽ കുറ്റകൃത്യം അറിയിച്ചത് മൂടിവെക്കുന്നത് നിയമപ്രകാരം ക്രിമിനൽ കുറ്റവുമാണ്. ഈ വിഷയത്തിൽ കുമ്പസാര വിശ്വാസം പ്രശ്നമാകുന്നില്ലെന്നാണ് പോലീസ് പറയുന്നത്. കുമ്പസാര രഹസ്യത്തെക്കുറിച്ച് പോലീസിനെ അറിയിച്ചത് കന്യാസ്ത്രീയാണ്. ഈ വെളിപ്പെടുത്തൽ ശരിയാണോ എന്ന് വൈദികർ വെളിപ്പെടുത്തിയാൽ മതിയെന്നാണ് പോലീസ് ഭാഷ്യം. കന്യാസ്ത്രീ ധ്യാനത്തിനെത്തിയിരുന്നതായി അട്ടപ്പാടി ധ്യാനകേന്ദ്രം ഡയറക്ടർ ഫാദർ സേവ്യർ ഖാൻ വട്ടായിൽ പോലീസിന് മൊഴി നൽകിയതിന്റെ അടിസ്ഥാനത്തിലാണ് അന്വേഷണ സംഘത്തിന്റെ തീരുമാനം. 2016 സെപ്റ്റംബറിലാണ് കന്യാസ്ത്രീ സെഹിയോൺ ധ്യാനകേന്ദ്രത്തിലെത്തിയത്. എന്നാൽ പീഡന വിവരം സംബന്ധിച്ച് കുമ്പസാരം നടത്തിയോ എന്നറിയില്ലെന്നും ഡയറക്ടർ പറഞ്ഞിരുന്നു. ഈ സാഹചര്യത്തിലാണ് കുമ്പസാര രഹസ്യം തേടി പോലീസ് എത്തുന്നത്. ഇത് വിശ്വാസത്തിന്റെ പ്രശ്നമാണ്. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്തിയാൽ അത് സഭയിൽ അച്ചടക്ക ലംഘനമാവും, നടപടി നേരിടേണ്ടിയും വരും. കുമ്പസാര രഹസ്യം വെളിപ്പെടുത്താൻ പോലീസ് നിർബന്ധിക്കുന്ന പക്ഷം കോടതിയെ സമീപിക്കാനാകും വൈദികരുടെ നീക്കം. ന്യൂസ് ഡെസ്ക്, മറുനാടൻ TV.